ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ബ്രൊക്കോളി പരിപ്പ് കറിയാണ്. ഇത് നമുക്ക് 2 പേർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അളവ് മാറ്റാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബൗള് ബ്രൊക്കോളി ഫ്ലോററ്റ്സ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇതളുകൾ മാത്രം എടുക്കാം. പിന്നെ ഏകദേശം 1/2 കപ്പോളം തുവരപ്പരിപ്പ്. പിന്നെ നമുക്ക് കടുക് താളിക്കാൻ ആവശ്യമായിട്ട് ചെറിയ അളവിൽ സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 പച്ചമുളക്, അത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. 2 വെളുത്തുള്ളി, അതും 2ആയി കീറിയെടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വേണ്ട വെള്ളം, അതുപോലെ ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ബ്രൊക്കോളി പരിപ്പ് കറി തയ്യാറാക്കാൻ പോകുന്നത്. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. പരിപ്പ് നന്നായി കഴുകി കുക്കറിലിട്ട ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 വിസിലിന് കുക്കറിൽ അടിച്ചെടുത്തിട്ട് വരാം. പരിപ്പ് ഒന്നുകൂടെ നന്നായിട്ട് വെന്തുടയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതീയിൽ 3 വിസിലാണ് കേട്ടോ അടിച്ചെടുത്തത്. അപ്പം അങ്ങനെ നന്നായിട്ട് വെന്തുടഞ്ഞ പരിപ്പിലേക്ക് നമുക്കിനി ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് കറിക്ക് വെള്ളം വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ബ്രൊക്കോളി വേവുന്ന നേരം നമുക്ക് കടുക് താളിക്കാനായി ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള മൂത്ത് വരാൻ തുടങ്ങിയാൽ നമുക്കിനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില തീർന്നുകൊണ്ടാണ് കറിവേപ്പില ഇടാത്തത്. കറിവേപ്പിലയും കൂടി കടുക് താളിക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം. കടുക്, സവാള, വറ്റൽമുളക് ഇതെല്ലാം നന്നായിട്ട് എണ്ണയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായി വെന്ത് വന്ന പരിപ്പ് ബ്രൊക്കോളി കറിയിലേക്ക് നമുക്കിനി താളിച്ച് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രൊക്കോളി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രൊക്കോളി ആളിച്ചിരി വിദേശിനാണെങ്കിലും ഇത് നല്ല നാടൻ ടേസ്റ്റുള്ള കറിയാണ്. അപ്പം ആരും പരീക്ഷിക്കാൻ മറക്കണ്ട. അപ്പം നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.